ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് ഇന്ന് ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നായി മാറിയിരിക്കുകയാണ്. വിവിധ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയായി പലരുടെ മുൻപിൽ വരാറുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് എന്ന ഭാഷയെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അത് പഠിക്കുവാൻ വളരെയധികം എളുപ്പമാകുന്നു. ആയതിനാൽ പെറ്റൽസ് നിങ്ങളുടെ മുന്നിലേക്ക് വളരെ വേഗത്തിൽ ഇംഗ്ലീഷ് പഠിക്കുന്നതിനുള്ള എളുപ്പവഴികൾ തുറന്നു തരികയാണ്. ഇംഗ്ലീഷ് ഭാഷയെ സ്നേഹിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയെ അറിഞ്ഞ് അത് ഉപയോഗിക്കേണ്ട രീതികൾ മനസ്സിലാക്കി ഭാഷയെ നമുക്ക് സ്വീകരിക്കാം. ഒരു ഭാഷ പഠിക്കണമെങ്കിൽ വിവിധതരം മാർഗങ്ങളാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. ശ്രവിച്ചുകൊണ്ട്, സംസാരിച്ചുകൊണ്ട്, എഴുതിക്കൊണ്ട്, വായിച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഇതിനെല്ലാം ഉപരിയായി നമ്മൾ ആഗ്രഹിക്കുന്നത് സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് വളരെ കൃത്യതയോടെ സംസാരിക്കുന്നതിനായി പലരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഘടകമാണ് ഗ്രാമർ അറിയുകയില്ല എന്നുള്ളത്. അതിനാൽ വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി നിങ്ങൾക്ക് ഗ്രാമർ പറഞ്ഞു തരുവാൻ പെറ്റൽസ് ഇവിടെ ആരംഭം കുറിക്കുകയാണ്. ഈ ക്ലാസ് കൃത്യമായും പൂർണ്ണമായും ശ്രവിച്ചാൽ നിങ്ങൾക്കുള്ള പല സംശയങ്ങൾക്കും ഒരു മറുപടിയായിരിക്കും. അതുപോലെ തന്നെ വരും ക്ലാസ്സുകളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിനെ സ്നേഹിച്ചു തുടങ്ങി ഇംഗ്ലീഷിനെ അനുഭവിച്ചറിഞ്ഞ് കൂടുതലായി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കട്ടെ. ഏതൊരു ഭാഷയുടെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആ ഭാഷയിലെ വാക്യങ്ങളാണ്, സെന്റൻസുകൾ. അപ്പോൾ സെന്റൻസ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഔദ്യോഗികമായി ഇംഗ്ലീഷ് പഠനത്തിലേക്ക് കടക്കാം. എന്താണ് സെന്റൻസ്? സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ്. സോ സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്സ് കംപ്ലീറ്റ് സെൻസ് ഈസ് കോൾഡ് സെന്റൻസ്. വാക്കുകളുടെ ഒരു കൂട്ടമാണ് സെന്റൻസ് എന്ന് പറയുന്നത്. ആ കൂട്ടം ഒരു വ്യക്തമായ സെന്റൻസ് ആവണമെങ്കിൽ അതിന് പൂർണ്ണമായ അർത്ഥമുണ്ടാവണം. പൂർണ്ണമായ അർത്ഥമുള്ള വാക്യങ്ങളെയാണ് സെന്റൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ മുന്നിൽ പലതരം സെന്റൻസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ ആം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടറാണ്. അതൊരു സെന്റൻസ് ആണ്. ഹു ആർ യു? നീ ആരാണ്? അതൊരു സെന്റൻസ് ആണ്. കാരണം വാക്കുകളുടെ ഒരു കൂട്ടമാണ്. ആ കൂട്ടം ഒരു വ്യക്തമായ അർത്ഥം നൽകുന്നു. അതിനാൽ അതിനെ സെന്റൻസ് എന്ന് വിളിക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ വാക്കുകളുടെ കൂട്ടവും സെന്റൻസ് അല്ല. അവിടെയാണ് പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്നത്. കൃത്യമായ രീതിയിൽ വാക്കുകളെ പ്ലേസ് ചെയ്യുമ്പോഴാണ് ഒരു കൃത്യതയുള്ള സെന്റൻസ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് സെന്റൻസ്? എ സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്സ് കംപ്ലീറ്റ് സെൻസ്. ഇനി 4 തരത്തിലുള്ള സെന്റൻസുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ 4 തരത്തിലുള്ള വാക്യങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത്. ഒന്നാമത്തേത് അസേർട്ടീവ് സെന്റൻസ്, രണ്ടാമത്തേത് ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ്, മൂന്നാമത്തേത് ഇംപെരേറ്റീവ് സെന്റൻസ്, നാലാമത്തേത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. So the sentences are 4 kinds. The first one is assertive sentence, the second one is interrogative sentence, third one is imperative sentence, and fourth one is exclamatory sentence. So let us look into it one by one. ഓരോന്നായി നമുക്ക് പഠിക്കാം. Assertive sentence. എന്താണ് assertive sentence? A sentence that makes a statement or assertion is called an assertive sentence. അതായത് ഒരു വാക്യത്തെ രൂപീകരിക്കുമ്പോൾ ഒരു പ്രസ്താവന
ഒരാൾ ഇന്നതാണ് അല്ലെങ്കിൽ ഒരു കാര്യം ഇന്നതാണ് എന്ന് പ്രസ്താവിക്കുന്നതിനെയാണ് അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഉറപ്പിച്ചു പറയുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. അതൊരു പ്രസ്താവനയാണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. അതൊരു പ്രസ്താവനയാണ്. ഐ വെന്റ് ടു മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിൽ പോയി. അതൊരു പ്രസ്താവനയാണ്. അതൊരു സ്റ്റേറ്റ്മെൻ്റാണ്. സോ അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളെ, എല്ലാത്തരം സ്റ്റേറ്റ്മെൻറ്റുകളെയും നമ്മൾ അസേർട്ടീവ് സെൻറ്റൻസ് എന്നാണ് വിളിക്കുന്നത്. അസേർട്ടീവ് സെൻറ്റൻസുകൾ അത് ആരംഭിക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ ആരംഭിക്കുകയും അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലുമാണ്. സെക്കൻഡ് കൈൻഡ് ഓഫ് സെൻറ്റൻസ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. Interrogative sentence means a sentence that asks a question is called an interrogative sentence. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വാക്യങ്ങളെ, ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റുള്ള വാക്യങ്ങളെ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട്, where do you live? നീ എവിടെയാണ് താമസിക്കുന്നത്? നമ്മളൊരു വ്യക്തിയോട് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ? നിന്റെ തൊഴിലെന്താണ്? നമ്മൾ ചോദിക്കുകയാണ്, അറിയാൻ ശ്രമിക്കുകയാണ്. സോ ക്വസ്റ്റ്യൻസ് ആർ കോൾഡ് ആസ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസും ക്യാപിറ്റൽ ലെറ്ററിൽ ആരംഭിക്കും, അവസാനിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കിലാണ്. അപ്പോൾ എല്ലാ സെൻറ്റൻസുകളും ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കണം. പല PSC, IELTS മുതലായ എക്സാംസിൽ ചോദിക്കുന്നതാണ് ഐഡൻറ്റിഫൈ ദി ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. സോ വളരെ കൃത്യതയോടെ ഓർക്കുക, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന വാക്യങ്ങളെ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കാം. ആൻഡ് തേർഡ് വൺ ഈസ് ഇംപെരേറ്റീവ് സെൻറ്റൻസ്. എ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസസ് എ കമാൻഡ് ഈസ് കോൾഡ് ആൻ ഇംപെരേറ്റീവ് സെൻറ്റൻസ്. പലപ്പോഴായും നമ്മൾ ഉയർത്തുന്ന ഉത്തരവുകൾ, അല്ലെങ്കിൽ നമ്മൾ പലരോടും നമ്മൾ പറയാറുള്ള കടമകൾ, അത്തരം കാര്യങ്ങളെ നമ്മൾ ഇംപെരേറ്റീവ് സെൻറ്റൻസ് എന്നാണ് വിളിക്കുന്നത്. ഇംപെരേറ്റീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് ബി ക്വയറ്റ്. അപ്പോൾ നമ്മൾ കുറേ ആളുകൾ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറയുന്നു ബി ക്വയറ്റ്. നമ്മളൊരു ഉത്തരവ് പറയുകയാണ്, മിണ്ടാതിരിക്കൂ, നിശബ്ദമാകൂ. അത്തരം സെൻറ്റൻസുകളെ നമ്മൾ ഇംപെരേറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കും. ഷട്ട് അപ്പ്, അത് നമ്മൾ വളരെ ചിലപ്പോൾ ദേഷ്യത്തോടൊക്കെ പറയുന്നതായിരിക്കും. ഷട്ട് അപ്പ് ഒരു ഉത്തരവ് പോലെ പറയുന്നതാണ്. അതിന് ഇംപെരേറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കും. ഇനി നാലാമത്തെ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എ സെൻറ്റൻസ് that expresses strong feeling is called an exclamatory sentence. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വരുന്ന പ്രത്യേക ഫീലിങ്ങുകൾ നമ്മൾ ചില വാക്യങ്ങളിൽ പ്രകടിപ്പിക്കാറുണ്ട്. അത്തരം സെൻറ്റൻസുകളെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ മോശപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പറയും, പെട്ടെന്ന് നമുക്ക് ഒരു ഇഷ്ടമില്ലാതെ വരുമ്പോൾ നമ്മൾ എന്താണ് പറയുക? ഓ വാട്ട് എ ഷെയിം, ഓ എന്തൊരു മോശമാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ. ഇപ്പോൾ രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോൾ വളരെയധികം തണുപ്പാണ്. അപ്പം നമ്മൾ പറയാറുണ്ട് ഓ ഹൗ കോൾഡ് ദ നൈറ്റ് ഈസ്, ഓ എന്തൊരു തണുപ്പാണ്. അത്തരം സെൻറ്റൻസുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് അവ അവസാനിക്കുന്നത് ആശ്ചര്യ ചിഹ്നത്തിലാണ്, എക്സ്ക്ലമേഷൻ മാർക്കിലാണ്. അപ്പോൾ 4 തരത്തിലുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ കണ്ടത്. അസേർട്ടീവ് സെൻറ്റൻസ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ഇംപെരേറ്റീവ് സെൻറ്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് അവസാനമായി ഒരുമിച്ച് നോക്കാം. അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സെൻറ്റൻസ് ദാറ്റ് മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ് or assertion is called an assertive sentence. Interrogative sentence, a sentence that asks a question is called an interrogative sentence. Imperative sentence,
A sentence that expresses a command or an entreaty is called an imperative sentence. And fourth one is exclamatory sentence. A sentence that expresses strong feeling is called an exclamatory sentence. ഇത് വളരെ കൃത്യതയോടെ അറിയാൻ ശ്രമിക്കുക, തിരിച്ചറിയാൻ പഠിക്കുക. അത് പഠിക്കുന്നത് വഴി പല മത്സര പരീക്ഷകളിലും വരുന്ന ക്വസ്റ്റ്യൻസിനെ നമുക്ക് വളരെ വേഗത്തിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇനി കൂടുതൽ അപ്ഡേറ്റ്സിനായി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ആക്ടിവിറ്റീസ് ലഭിക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ പ്രതിനിധി നിങ്ങൾക്ക് സഹായകരമായ എല്ലാ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഗ്രാമറിനെ സ്നേഹിച്ചു തുടങ്ങി ഗ്രാമറിനെ മനസ്സിലാക്കാനായിട്ട് പെറ്റൽസ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ വഴി വരുന്ന മറ്റു വീഡിയോകൾക്കും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.